ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബനാന കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഓവനും കുക്കറും ഒന്നും ഇല്ലാതെ ഒരു പാനിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണ്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഈ ഏത്തപ്പഴവും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏത്തക്കയൊക്കെ അടിച്ചെടുത്ത കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താലും മതിയായിരുന്നു. ഞാനപ്പോൾ ചേർത്തില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ വനില എസൻസും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി എടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അത് ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കയുടെ ആ മിക്സിലേക്ക് ഈ മൈദാമാവ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് പാലും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവൻ മാവും ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പാല് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് പാല് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസ് ആവണം. അതുകൊണ്ട് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് മിക്സും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാനിലേക്ക് കേക്ക് മിക്സ് എടുത്തിട്ട് 1-2 തവണ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യമേ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഓൾറെഡി നന്നായിട്ട് ചൂടായിരിക്കുന്നതാണ്. ഇതിന് മുകളിലാണ് നമ്മൾ കേക്ക് മിക്സ് ഒഴിച്ചിരിക്കുന്ന പാനും കൂടി വെച്ച് കൊടുക്കേണ്ടത്. ഓവനിലാണെങ്കിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്തപോലെ നന്നായിട്ട് ചൂടായ പാനിൻ്റെ മുകളിലേക്ക് നമ്മൾ കേക്ക് മിക്സ് ഒഴിച്ചിരിക്കുന്ന പാനും കൂടി വെച്ച് കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ആദ്യത്തെ 3 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം നമുക്കിത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്ക് വേവാൻ വെച്ചിട്ട് ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് വെന്തോന്ന് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. കേക്ക് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിയർ ആയി വരത്തില്ല, ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ബനാന കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് മൈദാമാവിന് പകരം ഗോതമ്പ് മാവ് വെച്ചിട്ടും ഈ കേക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ മൈദാമാവിൻ്റെ അതേ അളവിൽ തന്നെ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ ഏത്തപ്പഴമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണിത്. പിന്നെ ഇതിൽ നമ്മൾ മുട്ട ചേർത്തിട്ടില്ല. അതുകൊണ്ട് വെജിറ്റേറിയൻ മാത്രം ഉപയോഗിക്കുന്നവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഏത്തപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ കേക്കാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്.
ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. താങ്ക്